പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു 4 മണി പലഹാരത്തെക്കുറിച്ചാണ്. കുറഞ്ഞ സമയം കൊണ്ട് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയൊരു സ്നാക്സ് ഓട്ടടയാണ് ഉണ്ടാക്കാൻ. നല്ല അടിപൊളി ടേസ്റ്റായി 4 മണി പലഹാരം സാധാരണ ആടയിലാണ് ഉണ്ടാക്കാറുള്ളത്. എന്നാൽ നമ്മളിവിടെ വട്ടയിലയിലാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കിയാലോ. അതിനായി ഞാനിവിടെ 1 കപ്പ് ഗോതമ്പ് പൊടിയാണ് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് 1/2 സ്പൂൺ ഉപ്പും കുറച്ച് ജീരകവും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആദ്യം ജീരകവും ഉപ്പും മാവും കൂടി കൈകൊണ്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അതിനുശേഷം ഇതിലേക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ചു കൊടുത്ത് ഒന്ന് ഇളക്കിയെടുക്കാം. മാവ് നല്ല ലൂസായിരിക്കണം. ദാ ഈ ഒരു പാകത്തിനാണ് നമ്മൾ മാവ് കുഴച്ചെടുക്കേണ്ടത്. വാഴയിലയ്ക്ക് പകരം ഞാനിവിടെ വട്ടയിലയാണ് ഉപയോഗിക്കുന്നത്. അപ്പം നല്ല കീറാത്ത വൃത്തിയുള്ള വട്ടയില നോക്കിയെടുക്കാം. ശേഷം നന്നായിട്ടൊന്ന് കഴുകിയെടുക്കണേ. കഴുകി വെള്ളം കളഞ്ഞെടുക്കണം. ഒരു പാത്രത്തിലേക്ക് ഞാനൊരു ചെറിയ കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. കൂടെ ശർക്കരപ്പൊടിയും. നിങ്ങൾക്ക് മധുരം എത്ര വേണമെന്നുള്ളതനുസരിച്ച് ശർക്കര എടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് ഒരു 2-3 ഏലക്ക ചതച്ചത് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഈ 3ഉം കൂടി ഒന്ന് ഇളക്കിയെടുക്കണം. ഏലക്കയും ശർക്കരയും തേങ്ങയും കൂടി ഇളക്കിയെടുത്തിട്ടുണ്ട്. ഇനി ആ മാവൊന്ന് പരത്തിയെടുക്കുന്നതിനായിട്ട് ഇലയിലേക്ക് കുറച്ച് മാവിട്ട് കൊടുക്കുന്നുണ്ട്. ശേഷം അതൊന്ന് കനം കുറച്ച് പരത്തി കൊടുക്കാം. കുറച്ച് വെള്ളം തൊട്ട ശേഷം ഒന്ന് പരത്തിയാൽ മാവ് കയ്യിൽ ഒട്ടിപ്പിടിക്കത്തില്ല. പെട്ടെന്ന് തന്നെ പരത്തിയെടുക്കുകയും ചെയ്യാം. ഇതുപോലെ പരത്തി കൊടുക്കണം. ഇനി ഇതിൻ്റെ ഒരു സൈഡിലേക്ക് തേങ്ങയും ശർക്കരയും ഏലക്കയും ചേർന്ന് കൂട്ട് വെച്ച് കൊടുക്കാം. ഇനി ഇതുപോലെ ഇല 2ആയി മടക്കി കൊടുക്കുന്നുണ്ട്. ഇത്തരത്തിൽ ബാക്കി മാവെല്ലാം ചെയ്തെടുക്കാം. അങ്ങനെ നമ്മളിതെല്ലാം പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി ഒരു ചട്ടിയോ അതല്ലെങ്കിൽ പഴയ ഏതെങ്കിലും പാനോ എടുത്ത് നമുക്ക് അടുപ്പിൽ വെക്കാം. പഴയ പാത്രം മതി. ഞാനിവിടെ പഴയ ഒരു പാനാണ് എടുത്തിരിക്കുന്നത്. പാൻ ചൂടാകുമ്പോൾ അതിലേക്ക് പരത്തി വെച്ചിരിക്കുന്ന അട ഒരെണ്ണം എടുത്ത് വെച്ച് കൊടുക്കാം. ഒരു 3 മിനിറ്റ് ശേഷം മറിച്ചിട്ട് കൊടുക്കാം. ഇതുപോലെ ഇല മാവിൽ നിന്ന് വിട്ടു വരുമ്പോഴേക്കും എടുത്ത് മാറ്റാവുന്നതാണ്. അങ്ങനെ നമ്മുടെ ഓട്ടട റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഇലയെല്ലാം നീക്കം ചെയ്യണം. 4 മണിക്ക് ചായക്കൊപ്പമൊക്കെ കഴിക്കാൻ പെട്ടെന്ന് എന്തെങ്കിലും ഉണ്ടാക്കാനായിട്ട് നോക്കുകയാണെങ്കിൽ ഗോതമ്പ് വീട്ടിലിരിപ്പുണ്ടെങ്കിൽ ഇങ്ങനെയൊന്ന് ഉണ്ടാക്കി നോക്കൂ. വളരെ ടേസ്റ്റിയാണ് കേട്ടോ. വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു.